എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം മുനമ്പം വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചാലക്കുടിയിൽ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ നേതൃത്വത്തിൽ നീതിജ്വാല തെളിയുകയാണ്. നിരവധി വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മുനമ്പത്തെ പ്രദേശവാസികൾക്കൊപ്പം കേരള കോൺഗ്രസ് എം ഉണ്ട്. ആദ്യമായിട്ട് ഈ മുനമ്പത്തെ പ്രദേശവാസികളുടെ വീടുകളിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സാറിൻ്റെ പ്രവർത്തനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതിജ്വാല എന്ന പ്രതിഷേധ പരിപാടിയാണ് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടക്കുന്നത്. അതിജീവനത്തിനായി പോരാടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പം നീതിജ്വാല തെളിയിച്ചു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഭൂപരിഷ്കരണം നടപ്പിൽ വരുത്തിയ സംസ്ഥാനമാണ്. കൈവശാവകാശികൾക്ക് കാലോചിതമായി പട്ടയം നൽകി വിപ്ലവാത്മകമായി നടപടികളെടുത്ത കേരളം മുനമ്പം നിവാസികളുടെ കൈവശാവകാശ രേഖാപരമായ ഭൂമികൾക്ക് സമസ്ത ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങൾ നൽകണമെന്ന് നീതിജ്വാലയിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിക്കുകയും കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന ചാർജുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നേതാക്കളായ ഡെന്നിസ് കെ ആന്റണി, അഡ്വക്കേറ്റ് പി എ മാത്യു, കെ ഒ വർഗീസ്, പോളി റാഫേൽ, ജിമ്മി വർഗീസ്, നിക്സൺ പൊടുത്താസ്, മനോജ് ജോസഫ്, പോൾ ടി കുര്യൻ, ബാബു തോംബ്ര, പി ബി രാജു, ശ്യാം എ എസ്, ശരത് ഉണ്ണികൃഷ്ണൻ, നന്ദകുമാർ തോട്ടപ്പള്ളി, വിൽസൺ മാഞ്ഞാങ്ങ, ജിൻസ് ജോൺ, സിജി ഫ്രാൻസിസ്, കാവ്യ ശ്യാം, ബാബു തെക്കൻ എന്നിവർ സംസാരിച്ചു. കണ്ടീഷനുള്ള ഭൂമി വഖഫ് നിയമം നിലനിൽക്കുന്നതല്ല. 3 കണ്ടീഷനോടുകൂടി ഈ ഭൂമി സത്താർ സേഠിന്റെ മകന്റെ മകൻ ഫറൂഖ് കോളേജിന് കൊടുത്തത്. ഫറൂഖ് കോളേജിന് ഒരു കാരണവശാലും വഖഫ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ വ്യക്തമായ കണ്ടീഷനുകളുണ്ട്. കണ്ടീഷനുള്ള ഒരു ഭൂമിയും വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കാൻ പറ്റുകയില്ല. എന്നിരിക്കെ 1972 ഫറൂഖ് കോളേജ് അവര് ഇന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വില ആധാരപ്രകാരം നിശ്ചയിച്ച് പൈസ വാങ്ങി ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അത് 72 മുതൽ 92 വരെ അങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളാണ് അവിടെ വർഷങ്ങളായി താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന ആ ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയിലൊരു നിയമമുണ്ട്. മതസംഘടനകളുടെ നിയമമല്ല ഇന്ത്യയിലെ നിയമം. അങ്ങനെയിരിക്കെ വഖഫ് നിയമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ താമസിക്കുന്നതറിയാതെ അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, അവിടുന്ന് മാറി വേണം, വഖഫ് ഈ ഭൂമി ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിത്യരോഗികളായവര് മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി, ലോൺ എടുക്കുവാൻ വേണ്ടി കരം കെട്ടാൻ പോലും അനുവദിക്കാതെ വഖഫിന്റെ ആ നോട്ടീസിന്റെ പ്രകാരം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ സുരക്ഷയും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെയുള്ളവർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ അധിവസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും നിർവചിക്കാത്ത മുദ്രാവാക്യവുമായി കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് 404 ഏക്കർ ഭൂമിയാണ് ഈ വിവാദ ഭൂമി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കൊഴുപ്പുള്ളി വില്ലേജിലെ 66 ഏക്കർ ഭൂമിയും ബാക്കിയുള്ളത് പള്ളിപ്പുറം വില്ലേജിലുമാണ്. അതുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ കേരളം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഭൂപരിഷ്കരണ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അതിനടിസ്ഥാനത്തിൽ നമ്മൾ ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും ലാൻഡ് റിഫോംസ് പട്ടയങ്ങളും റവന്യൂ പട്ടയങ്ങളും മലയോര മേഖലയിലുള്ളവർക്ക് ലാൻഡ് അസൈൻഡ് പട്ടയങ്ങളും വെറുമ്പാട്ട ഭൂമിക്ക് പട്ടയങ്ങളും കാണം സെറ്റിൽമെൻറ്റുകളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭൂപരിഷ്കരണ നിയമം, ലോകത്തിനാകെ മാതൃകയായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. അതിൻ്റെ ഒരു പാശ്ചാത്തലത്തിൽ നിന്ന് വേണ്ടുവേണം നമുക്ക് മുനമ്പത്തെ കാണാൻ. നമ്മുടെ ആദ്യത്തെ വിഷയമായ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആദ്യം കൊച്ചി മഹാരാജാവിൻ്റെ സ്ഥലമായിരുന്നു, പിന്നീട് തിരുക്കൊച്ചിയായി, പിന്നീട് കേരളം രൂപീകരിച്ചു. ഈ കാലഘട്ടങ്ങളൊക്കെ കേരളമായി രൂപപ്പെട്ടപ്പോൾ നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി നമ്മളാകെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ വന്നു. സെറ്റിൽമെൻറ്റിന് ശേഷം ജോയിൻറ്റ് വെരിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ ഫീൽഡ് മെഷർമെൻറ്റ് മേപ്പുകൾ വന്നു. ഫീൽഡ് മെഷർമെൻറ്റ് മേപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂനികുതി രജിസ്റ്ററുകൾ ഉണ്ടാക്കി. BTR അഥവാ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ. ഈ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്ററിൽ പള്ളിപ്പുറം വില്ലേജിലെ സർവേ 26 49 ഡിവിഷനുകളാണുള്ളത്.
എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ ഏത് കോടതിക്കും മനസ്സിലാകാവുന്ന, ഏത് സാമൂഹ്യ ബോധമുള്ളവരും മനസ്സിലാവുന്നത് 49 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ സർവേ തയ്യാറാക്കുമ്പോൾ തന്നെ 26 എന്ന് പറയുന്ന സർവേയിൽ മാത്രം 49 പേര് താമസിച്ചു വരുന്നു, പുറവെച്ച് താമസിക്കുന്നു. അപ്പോൾ അത് ഒരാളുടെ ഭൂമിയല്ലല്ലോ. മാത്രമല്ല ഭൂപരിഷ്കരണ നിയമപ്രകാരം ദേവസ്വം, ബ്രഹ്മസ്വം, പള്ളി, ചർച്ച് തുടങ്ങിയ ഏതുതരം ഭൂമികളും അവരുടെ കൈവശത്തുള്ള ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമപ്രകാരം അവർക്ക് പട്ടയം നൽകാം. ജന്മിയാണെങ്കിൽ ലാൻഡ് റിഫോം പട്ടയങ്ങളും, ഇത്തരം ഉള്ള ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികളാണെങ്കിൽ ലാൻഡ് റിഫോംസ് പട്ടയങ്ങളും മേടിക്കാം. ഈ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ 610ഓളം വരുന്ന കുടുംബങ്ങളെ അവരുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട്, അവരെ കരമവകാശത്തെ എടുത്തു കളഞ്ഞുകൊണ്ട്, അവരെ ക്രയവിക്രയ സാധനങ്ങളെ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഈ പുതിയ സംവിധാനം വരുന്നത്. ഇതിനെതിരെ കേരളത്തിൽ ആദ്യമായി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആത്മാർത്ഥമായി ഈ ജനതയോട് നിൽക്കുകയും ചെയ്തു എന്നുള്ളതിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യ രംഗമാണ്. രാജ്യത്തെ രജിസ്ട്രേഷൻ നിയമങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് നവനിയമങ്ങളിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികൾ ഇന്ത്യ ഭരിച്ചതിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും മുനമ്പത്തുമൊക്കെയായി പല ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖഫ് നിയമപ്രകാരം മുൻപം ചെറായി ഭാഗത്തെ ജനങ്ങളെ കുടിയിറക്കുന്ന ഈ നടപടിക്കെതിരെ മുൻപം പ്രദേശികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി നിയമം കമ്മിറ്റി നടത്തുന്ന ഈ നീതിജാലയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരനും ജീവിക്കാൻ വേണ്ടിയുള്ള ഭരണഘടനയിൽ 300-ാം വകുപ്പനുസരിച്ച് ഇന്ത്യൻ പൗരന് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കുന്നതിനും സ്വതന്ത്രമായി ജീവിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിനനുസരിച്ച് സംഘടിക്കുന്നതിനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന 300-ാം വകുപ്പിൽ പറയുന്നുണ്ട്. അതിന് സബ്സിഡിയറി ആയിട്ടാണ് ഇതുപോലുള്ള വഖഫ് ബോർഡ് പോലുള്ള ബോർഡുകളൊക്കെ ചില നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പ്രസ്ഥാനങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയും സാമുദായിക സൗഹാർദ്ദതയും തകർക്കുന്ന രീതിയിൽ നമ്മുടെ വൈപ്പിൻ്റെ വടക്ക് ഭാഗത്തുള്ള മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കുടിയൊഴിപ്പിക്കലിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളിന്നിവിടെ കേരള കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടും കേരള ജനത തീർത്തും രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാതെ പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്.